സത്യം പറഞ്ഞാൽ നമ്മുടെ നാട് തന്നെയാണ് കേട്ടോ സൂപ്പർ. ഏതോ ഒരു പടത്തിൽ പറഞ്ഞ പോലെ ഹരിതാവും പച്ചപ്പും പിന്നെ കുറേ ചരിത്രങ്ങളും ഉറങ്ങുന്ന നാടാണ് കേട്ടോ നമ്മുടെ സ്വന്തം നാട്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പുരാതന ചേരനാട്ടിലെ മഹാരാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടവൻ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് വണ്ണാത്തിപ്പാറയിൽ കർണകിക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിക്കുകയും അതിനെ കർണകിക്കോട്ട അല്ലെങ്കിൽ മംഗളാദേവി ക്ഷേത്രം എന്ന് വിളിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ പതിവായിട്ട് പൂജകളൊക്കെ ചെയ്തു വരികയും ചെയ്യുന്നുണ്ട്. ചിത്ര പൗർണമി നാളിൽ ധാരാളം ഭക്തർ ക്ഷേത്രം സന്ദർശിക്കാറുണ്ട്. 1980-കൾക്ക് ശേഷം തമിഴ്നാട് സംസ്ഥാനവും ഈ ക്ഷേത്രത്തിന്റെ അവകാശം ഉന്നയിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ കുമ്മളി പ്രദേശത്തിലെ ഒരു ഭഗവതി ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. മംഗളദായിനി സങ്കല്പത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കർണകി എന്ന് സങ്കല്പമുണ്ട് കേട്ടോ. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് 14 കിലോമീറ്റർ ഉള്ളിലായി വനപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം കടൽ നിരപ്പിൽ നിന്നും ഏകദേശം 1337 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. വർഷത്തിൽ ഒരു ദിവസം മാത്രം നട തുറക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. കേരളത്തിലെ 108 ദുർഗാലയങ്ങൾ ഉൾപ്പെട്ട ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ ഇതിന്റെ ഐതിഹ്യം നോക്കുവാണെങ്കിൽ പാണ്ഡ്യനാടായ മധുരാപൂരി ചുട്ടരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിൽ എത്തി എന്ന ഐതിഹ്യത്തിലാണ് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നുണ്ട്. പുരാതന ചേര ശൈലിയിൽ ശിലാപാളികൾ അടുക്കി വെച്ച നിർമ്മാണ രീതിയാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം കണ്ണകി ഇവിടെ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോയതായും ഐതിഹ്യമുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം നോക്കുവാണെങ്കിൽ മനുഷ്യവാസമില്ലാത്ത കൊടുങ്കാട്ടിനുള്ളിലായ ഈ ക്ഷേത്രം നാശാവസ്ഥയിലായത് സംബന്ധിച്ചും വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നുമില്ല. ദക്ഷിണേന്ത്യയെക്കുറിച്ച് ചരിത്രഗ്രന്ഥം എഴുതിയിട്ടുള്ള SN സദാശിവന്റെ അഭിപ്രായത്തിൽ ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവമതക്കാരായ ചോള പടയുടെ ആക്രമണത്തിലാണ് നശിക്കപ്പെട്ടത്. അതിൻ്റെ സുവർണ നാളുകളിൽ ഈ ക്ഷേത്രം കബൂളിലെ ചിത്രാൾ എന്ന സ്ഥലത്തുള്ള സമാനമായ ബുദ്ധവിഹാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇതേ പേരിലുള്ള ക്ഷേത്രം മംഗലാപുരത്ത് സ്ഥാപിക്കപ്പെട്ട ബുദ്ധമത ഭിക്ഷുക്കിയായ താരാദേവിയുടേതാണ്. ഇത് സ്ഥാപിക്കപ്പെട്ടത് 5-ാം നൂറ്റാണ്ടിലും ഇടുക്കിയിലേത് 6-ാം നൂറ്റാണ്ടിലുമാണ്. സദാശിവന്റെ നിഗമനത്തിൽ കർണകി പാണ്ഡ്യരാജ്യത്തിന്റെ പതനത്തിന് വഴിയൊരുക്കിയതിനു ശേഷം സഖ്യപർവ്വതം കടന്നെത്തി മംഗളാദേവി ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള ബുദ്ധമഠത്തിൽ അഭയം പ്രാപിച്ച ശേഷം സന്യാസിനിയായിട്ട് ജീവിച്ചു. ലഭ്യമായുള്ള തെളിവുകൾ ചേർത്ത് വായിച്ചാൽ ഇത് ശക്തമായ തെളിവാകുമെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ ചോളരുടെ ആജ്ഞയിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ശൈവ സന്യാസിയായ സംബന്ധമൂർത്തിയും അദ്ദേഹത്തിന്റെ മറവ സൈന്യവും ഈ ക്ഷേത്രം പിടിച്ചെടുക്കുകയും സന്യാസിമാരെ വധിക്കുകയും പിന്നീട് ശബരിമലയിലെ ക്ഷേത്രം പിടിച്ചെടുക്കാനായി യാത്ര തിരിക്കുകയും ചെയ്തു എന്നും കരുതപ്പെടുന്നുണ്ട് കേട്ടോ. വിശ്വസിക്കാൻ പറ്റാത്ത കുറേയധികം ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഏതാണ് വിശ്വസിക്കാൻ പറ്റുന്നതെന്ന് പോലും അറിയത്തില്ല. ഏതാനും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ.